ഉത്തർപ്രദേശിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗം നൽകിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേകളിൽ ഒന്നായ ഗംഗ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ രാവിലെ 11-നും 11:30-ക്കും ഇടയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. മീററ്റിൽ നിന്ന് ആരംഭിച്ച് പ്രയാഗ്രാജ് വരെ നീളുന്ന ഈ അതിവേഗ പാത സംസ്ഥാനത്തെ 12 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. 36,230 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ 6-വരി പാത ഭാവിയിൽ 8 വരിയായി ഉയർത്താൻ സാധിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലെത്താൻ 10 മുതൽ 12 മണിക്കൂർ വരെ സമയം വേണമെങ്കിൽ പുതിയ എക്സ്പ്രസ് വേ വരുന്നതോടെ ഇത് വെറും 6 മുതൽ 8 മണിക്കൂർ വരെയായി ചുരുങ്ങും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന രീതിയിലാണ് പാതയുടെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. യാത്രാ സമയം കുറയുന്നതോടെ ഇന്ധന ഉപയോഗവും ഗതാഗത ചെലവും ഗണ്യമായി കുറയും. കേവലം ഒരു റോഡ് എന്നതിലുപരി ഒരു സാമ്പത്തിക ഇടനാഴിയായാണ് ഗംഗ എക്സ്പ്രസ് വേയെ സർക്കാർ കാണുന്നത്. പാതയുടെ ഇരുവശങ്ങളിലുമായി 12 ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ആൻഡ് ലോജിസ്റ്റിക് ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. ഏകദേശം 47,000 കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ ഇതിനോടകം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. യുദ്ധകാല സാഹചര്യങ്ങളിലോ അടിയന്തര ഘട്ടങ്ങളിലോ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്ന രീതിയിൽ ഷാജഹാൻപൂരിൽ 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു എയർ സ്ട്രിപ്പും എക്സ്പ്രസ് വേയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് പാതയ്ക്ക് തന്ത്രപരമായ പ്രതിരോധ പ്രാധാന്യം നൽകുന്നതാണ്. ഉത്തർപ്രദേശിനെ ഒരു പ്രമുഖ വ്യാവസായിക ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദേശം 36,230 കോടി രൂപ ചെലവിൽ ഈ ആക്സിസ് കൺട്രോൾ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ നിർമ്മിച്ചിരിക്കുന്നത്. മീററ്റ്, ബുലന്ദ്ഷഹർ, ഹാപൂർ, അമ്രോറ, കൂടാതെ സംഭാൽ, ബദായൂൺ, ഷാജഹാൻപൂർ, കൂടാതെ ഹർദോയ്, ഉനാവ, റായ്ബേലി, പ്രതാപ്ഗഡ്, പ്രയാഗ്രാജ് എന്നീ 12 ജില്ലകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. 500-ലധികം ഗ്രാമങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഈ പാത ഗ്രാമീണ മേഖലകളിൽ പുതിയ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായിക മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഈ പദ്ധതി വഴിയൊരുക്കുമെന്നാണ് UP സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഷാജഹാൻപൂർ ജില്ലയിലെ യുദ്ധവിമാനങ്ങൾക്കും മറ്റ് അടിയന്തരമായി ഇറങ്ങാനായിട്ട് 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു എയർ സ്ട്രിപ്പും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ എത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഓരോ മേഖലയിലും വലിയ രീതിയിലുള്ള വികസനമാണ് ഇതിലൂടെ നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്.